ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ തോര വെച്ചിട്ട് ഒരു മുളകുശിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ തോര ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി തന്നെ. അപ്പം ഒരു 4-5 മണിക്കൂർ കുതിർത്താൽ മതി കേട്ടോ. അതിലേക്ക് ചക്കക്കുരു ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വെള്ളം മതിയാവും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടച്ചിട്ട് നമ്മളൊരു 6 to 7 വിസിൽ, മുന്നേ കുതിർത്താണെങ്കിൽ ഒരു 4 to 5 മതി, അല്ലെങ്കിൽ 6 to 7 വിസിൽ വേണ്ടി വരും. ഇതിൽ അരപ്പിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അരമുറിയിൽ കുറവായിട്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ തോര ഇവിടെ വെന്തിട്ടുണ്ട്, ചക്കക്കുരുവും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ഒരു തോരക്കറി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് സിമ്പിളായിട്ട് അരവൊന്നും ഇല്ലാത്തതാണ്. ഇത് വന്നിട്ട് ഒരു മുളകുശ്യം, തോര മുളകുശ്യം എന്ന് പറയാം, അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, നാടൻ ടേസ്റ്റാണ്. ചോറിൻ്റെ ഒന്നിച്ചൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് താളിപ്പിടുകയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ചക്കക്കുരുവൊക്കെ ഒന്ന് മുന്നേ ചുരണ്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽമുളക് 2 കീറിയിടാം. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ തോരയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോര മുളകുശ്യം റെഡിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.